സ്ഥാനാർത്ഥി ശ്രീമതി ശ്രീലേഖ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീ വിജയ് ഗിരികുമാർ, ഏറ്റവും ബഹുമാനപ്പെട്ട ആന്ധ്രാപ്രദേശ് ആരോഗ്യ മന്ത്രി ശ്രീ സത്യകുമാർ യാദവ് ജി, എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഇപ്പോഴും ആദരിക്കുന്ന കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള DGP ശ്രീ TP സെൻകുമാർ സർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉപാധ്യക്ഷൻ ശ്രീ K സോമൻജി തുടങ്ങി ഇവിടെ ഇരിക്കുന്ന എല്ലാ സംഘടനാ ഭാരവാഹികള്, വഴയില മണികണ്ഠൻ, മഹാദേവൻ, ബാക്കിയുള്ള എല്ലാ ആൾക്കാരെ, ജയശ്രീ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിമാന പുരസ്സരം പ്രവർത്തിച്ചു വരുന്ന സഹപ്രവർത്തകരെ, എല്ലാവർക്കും വിനീതമായ കൂപ്പുകൈ. വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നുന്നുണ്ട്. ദേശീയ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി ഒരു വലിയ ദൗത്യം എന്നെ ഏൽപ്പിച്ചതിൽ, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വിജയിച്ചു വാ എന്ന് പറഞ്ഞ് എനിക്ക് ഈ സ്ഥാനം തന്നതിൽ അതീവ നന്ദി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തിനോട് ഞാൻ ആദ്യമായി അറിയിച്ചുകൊള്ളുന്നു. അത്യന്തം ആത്മാർത്ഥതയോടുകൂടി ഞാൻ ഈ പ്രചാരണ പരിപാടികൾ നടത്തി ജനങ്ങളുടെ വിശ്വാസം വാങ്ങി ഈ പോര് ജയിച്ചു വരും എന്ന് വാഗ്ദാനം ചെയ്യുന്നു ഭാരതാംബയുടെ പേരിൽ. ഇതിന്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത്, ജനം മടുത്തു. 70 വർഷമായി മാറി മാറി ഭരിക്കുന്ന LDF UDF ഭരണം ജനം മടുത്തു. നമ്മൾ പറയുന്നതിനേക്കാൾ മുമ്പ് ജനം പറഞ്ഞു തുടങ്ങി നമുക്ക് മാറ്റം വേണം എന്ന്. ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ മുദ്രാവാക്യം മാറാത്തത് ഇനി മാറും, കേരളം ഇനി വളരും എന്നതാണ്. കേരളത്തിന്റെ വളർച്ചയ്ക്കായിട്ട്, കേരളത്തിന്റെ ഉന്നമനത്തിനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഭരണത്തിന്റെ ആവശ്യമുണ്ട്, ഒരു നല്ല പാർട്ടി നേതൃത്വം നൽകുന്ന ഭരണത്തിന്റെ ആവശ്യമുണ്ട്. ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഉജ്ജ്വല സൂര്യ തേജസ്സായ ശ്രീ നരേന്ദ്രമോദിജി എങ്ങനെയാണോ കഴിഞ്ഞ 11 വർഷത്തിന് മേലെയായി ഭാരതത്തിനെ ലോക രാഷ്ട്രങ്ങളുടെ നെറുകയിൽ എത്തിച്ചത്, അതുപോലെയുള്ള ഒരു മാറ്റം കേരളത്തിലേക്ക് വരണം. ആ വെളിച്ചം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവഹിച്ചേ മതിയാകൂ. എങ്കിൽ മാത്രമേ ഇവിടെയുള്ള കൂരിരുള് മാറൂ. ആ കൂരിരുട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഴിഞ്ഞ 70 വർഷത്തെ ദുർഭരണം, അഴിമതി നിറഞ്ഞ ഭരണം ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് അത് മായ്ക്കാനായിട്ട് ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കുറെ നാളുകളായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു പരസ്യം നൽകിക്കൊണ്ട് ഞങ്ങളാണ് ഇത് ചെയ്തത്, ഞങ്ങളാണ് അത് ചെയ്തത്, ഞങ്ങൾ ഇവിടെ വികസനം നടത്തി, അവിടെ തുരങ്കം കെട്ടി, ഇവിടെ പാലം കെട്ടി, ഇവിടെ റെയിൽപാത കൊണ്ടുവന്നു, ഇവിടെ വിഴിഞ്ഞം കൊണ്ടുവന്നു, ഇവിടെ ഞങ്ങൾ കപ്പൽ കൊണ്ടുവന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന, വന്ദേ ഭാരത് പോലും ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ നുണ പറയലിന്റെ ആശാന്മാരാണ് എന്ന് ജനം മനസ്സിലാക്കിയ സമയം ഇപ്പോഴാണ് നമ്മുടെ ഏറ്റവും അസുലഭ മുഹൂർത്തം വന്നിരിക്കുന്നത്. മാറേണ്ട മുഹൂർത്തം, അവസരം. നിയമസഭയുടെ തിരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ എനിക്ക് വേറൊന്നും പറയാനില്ല. പക്ഷേ നരേന്ദ്രമോദിജി സ്വപ്നം കണ്ട വികസിത ഭാരതം പോലെയുള്ള ഒരു വികസിത കേരളം തിരുവനന്തപുരത്ത് വരണം. രാജീവ് ചന്ദ്രശേഖർജി പറയുന്നത് പോലെ ഞങ്ങൾ വിജയിക്കാനല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, ഭരിക്കാൻ വേണ്ടിയാണ് എന്ന ഉറച്ച തീരുമാനം കേരളത്തിലുടനീളം മുഴങ്ങി കേൾക്കണം. ഇവിടെ മാറണം. ഈ സർക്കാർ എന്ന് പറയുന്ന LDFന്റെ സർക്കാർ, UDFന്റെ പിന്തുണയോടുകൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, UDF വന്നു കഴിഞ്ഞാൽ LDFന്റെ പിന്തുണയോടുകൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ജനങ്ങളെ ദ്രോഹിച്ച് വഞ്ചിച്ച് പൊതുപണം മുഴുവനും പ്രത്യേക സ്രോതസ്സുകളിലൂടെ മാറ്റി ചിലരുടെ പോക്കറ്റിലാക്കി ചില തൽപര കക്ഷികളെ മാത്രം സ്വാധീനിച്ചുകൊണ്ട് ഭരിക്കുന്നത് മതിയാക്കണം. ഒരു മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ല, CPMന്റെ മുഖ്യമന്ത്രിയല്ല, കമ്മ്യൂണിസ്റ്റിന്റെ മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ ഏത് മുഖ്യമന്ത്രിയാണ് അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളത്? കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ അതാണോ കാണുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയധികം പിൻവാതിൽ നിയമനങ്ങൾ? എന്തുകൊണ്ടാണ് അവർക്ക് മാത്രം ലൈഫ് പദ്ധതിയിൽ വീടുകൾ? എന്തുകൊണ്ടാണ് വഴിവിട്ട
കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൾക്കാർക്ക് വേണ്ടി മാത്രം ചെയ്തു കൊടുക്കുന്നത്? മറ്റുള്ള പാർട്ടിയിലൊന്നും ഉള്ള മനുഷ്യരല്ലേ ഈ മുഖ്യമന്ത്രിയുടെ കണ്ണിൽ? ഭാരതീയ ജനതാ പാർട്ടിയുടെ നയം എന്ന് പറയുന്നത് സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന നരേന്ദ്രമോദിജിയുടെ വാഗ്ദാനമാണ്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും വികസനം. ഇവിടെ വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിന്റെയും നയം അത് തന്നെയായിരിക്കും. നിങ്ങൾ ജാതി ഭേദമില്ലാതെ, ഒരു വ്യത്യാസവും ഇല്ലാതെ, ഒരു തലത്തിലും വ്യത്യാസം കാണാതെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ടുള്ള വികസനം സത്യം ചെയ്ത നരേന്ദ്രമോദിജിയുടെ വാഗ്ദാനം, ആ വാഗ്ദാനം നിറവേറ്റാനായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ശ്രമിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് NDA ദേശീയ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, തീർച്ചയായിട്ടും വട്ടിയൂർക്കാവിൽ നിങ്ങൾ എന്നെ MLA ആയിട്ട് തിരഞ്ഞെടുത്താൽ വട്ടിയൂർക്കാവിന്റെ സമഗ്ര വികസനം, വികസിത വട്ടിയൂർക്കാവ് എന്ന സ്വപ്നം, അത് മോദിജിയുടെ വാഗ്ദാനം പോലെ ഞാൻ ഒരു ചെറിയ രീതിയിൽ എന്റെ വാഗ്ദാനമായി നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇത്രനാൾ നിങ്ങൾ മാറി മാറി വോട്ട് ചെയ്ത് ഇവരെ വിജയിപ്പിച്ചില്ലേ? ഈ എന്റെ എതിരാളികളായിട്ട് നിൽക്കുന്ന 2 MLA-മാരും പ്രഗത്ഭര് തന്നെയാണ്. പക്ഷെ 2 വർഷം വീതം, 2 പ്രാവശ്യം വീതം നിങ്ങൾ അവർക്ക് അവസരം കൊടുത്തു. എന്നിട്ട് എന്താണ് കാണാൻ സാധിച്ചത്? അപ്പൊ നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കൂ. ഒരു പുതിയ ആൾക്ക്, ഒരു പുതിയ പാർട്ടിക്ക് ഒരു അവസരം കൊടുത്തു നോക്കൂ എന്നാണ് എനിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാനിപ്പോൾ ഒരേ ഒരു കാര്യം പറയുന്നുള്ളൂ. കേരള പോലീസിൽ 33.5 വർഷം ജോലി ചെയ്തപ്പോഴും അതിനുശേഷം വിരമിച്ചപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുമ്പിലും ഒരു നേതാക്കന്മാരുടെ മുമ്പിലും ഞാന് കൈ നീട്ടി നിന്നിട്ടില്ല. ഒന്നിനും വേണ്ടി, ഒരു പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു ഫേവറിന് വേണ്ടിയിട്ടോ കൈ നീട്ടിക്കൊണ്ട് നിന്നിട്ടേയില്ല. ഞങ്ങളുടെ പരിശീലനം നടക്കുമ്പോൾ പോലും സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന തരാം എന്ന് പറഞ്ഞിട്ട് പോലും വേണ്ട എന്ന് പറഞ്ഞ് ഒരുപോലെയുള്ള പരിഗണന മതി എന്ന് പറഞ്ഞ് പുരുഷന്മാർ ചെയ്യുന്ന അതേപോലെയുള്ള പരിശീലനമാണ് ഞങ്ങൾ നേരിട്ടത്. അതുകൊണ്ട് ഒരു ആളുടെ കയ്യിൽ നിന്നും ഒന്നിനും വേണ്ടി ഒന്നും യാചിച്ചോ കൈനീട്ടി നിന്നിട്ടില്ലാത്ത ഞാൻ ഇന്ന് ജനങ്ങളുടെ മുന്നിൽ, വട്ടിയൂർക്കാവിലെ പ്രബുദ്ധ ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിന്നുകൊണ്ട് യാചിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വോട്ട് തരൂ, എന്നെ വിജയിപ്പിക്കൂ. ഇതൊരു വലിയ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, വട്ടിയൂർക്കാവിന്റെ വികസനത്തിന് വേണ്ടിയാണ്. ഈ വികസിത വട്ടിയൂർക്കാവ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഫണ്ടുകൾ കാര്യക്ഷമമായി ഇവിടെ ഉപയോഗിക്കാനും നിങ്ങൾക്ക് അത് കാണുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് തൊടാൻ സാധിക്കുന്ന രീതിയിൽ വികസനം കൊണ്ടുവരും. ഇവിടുത്തെ MLA 1500, 1600 കോടിയുടെ വികസനം കഴിഞ്ഞ 7 വർഷമായി കൊണ്ടുവന്നു എന്ന് പറയുന്നു. നമ്മൾ കാണുന്ന വികസനം ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും മതിലുകളും കടകളും എടുത്തു കളഞ്ഞ കടകളും ഒക്കെയാണ്. ഒരു റവന്യൂ ടവർ എന്ന് പറഞ്ഞ് നിർമ്മിച്ചത് സർക്കാരിന്റെ എംബ്ലം വെക്കാതെ അദ്ദേഹത്തിന്റെ സ്വകാര്യ എംബ്ലം വെച്ചുകൊണ്ടാണ്. വട്ടിയൂർക്കാവിന്റെ കാവ് ഫെസ്റ്റിവലിന്റെ എംബ്ലമാണ് സർക്കാർ സ്ഥാപനത്തിന്റെ മുന്നിൽ അദ്ദേഹം വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, കണ്ടാൽ അറിയാം. അത് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പോ കുറെ നാളും കൊണ്ട് എടുക്കാം. ഉദ്ഘാടന മാമാങ്കമൊക്കെ നടത്തി പോയതാണ്. 2.25 കോടി രൂപ എങ്ങാണ്ട് ചെലവഴിച്ചിട്ടാണ് ഒരു മിനി റവന്യൂ ടവർ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് ഇനി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇനി കുറെ അധികം പണിയും കൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ മുന്നിൽ എങ്ങനെയാണ് ഒരു കാവ് ഫെസ്റ്റിന്റെ എംബ്ലം വലിയ രീതിയിൽ കൊത്തിവെക്കാൻ സാധിക്കുന്നത്? അത് വലിയ പെരുമാറ്റച്ചട്ട ലംഘനമല്ലേ? അദ്ദേഹത്തിന് ചെയ്യാമോ? അതും വെച്ചുകൊണ്ടൊരു തിരഞ്ഞെടുപ്പിനെ അദ്ദേഹം എങ്ങനെയാണ് നേരിടുക? ഇത്രയും വികസനം എന്ന് പറഞ്ഞ് രൂപയുടെ കണക്ക് മാത്രം പറഞ്ഞാൽ മതിയോ? അത് കാണണ്ടേ? അത് ജനങ്ങൾക്ക് അനുഭവിക്കണ്ടേ? അങ്ങനെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ ഇത് നിങ്ങൾ സ്വയം ചോദിക്കുക, നിങ്ങൾ സ്വയം പറയുക. ഇനി ഞങ്ങളൊന്ന് മാറി ചിന്തിച്ചുകൂടെ? ശരിക്കും ഒരു വികസനം ഇവിടെ വരാൻ വേണ്ടി നിങ്ങൾക്ക് വേറൊരാൾക്ക്, ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് കൊടുത്തുകൂടെ എന്ന്? ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് പാർട്ടിയാണ് എന്നാണ്. ഇവിടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. സ്ഥാനാർത്ഥികൾ ആരാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പാർട്ടി ആരാണോ ആ പാർട്ടിക്ക് ഞങ്ങൾ വോട്ട് കുത്തു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പാർട്ടികൾ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും പക്ഷെ പാർട്ടിക്ക് വേണ്ടി മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് ചിന്തിക്കുന്നവരും കൂടെ ചിന്തിക്കണം സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത്. സ്ഥാനാർത്ഥിക്ക് എന്താണ് നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി, ഈ മണ്ഡലത്തിന് വേണ്ടി നൽകാൻ കഴിയുക എന്ന് നിങ്ങൾ ചിന്തിക്കൂ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവർക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്ന ആൾക്കാരെ ചിന്തിച്ചു നോക്കൂ. നിങ്ങളെ സ്ഥാനാർത്ഥി എന്തുമാത്രം ഗുണം നിങ്ങളുടെ നാടിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന്, എല്ലാവർക്കും വേണ്ടി ചെയ്യുമെന്ന്. ചിലപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് MLA ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഗുണമുണ്ടാവും, പക്ഷെ ബാക്കിയുള്ള പാർട്ടിക്കാരെയൊക്കെ ദ്രോഹിക്കുകയാണ്. നമ്മളത് കണ്ടിട്ടുള്ളതാണ്.
നമ്മുടെ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൈവരിച്ചപ്പോൾ, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം കൈവരിച്ചപ്പോൾ ഇവിടെയുള്ള MLA മറ്റു പല MLA-മാരും BJP-യുടെ കൗൺസിലർമാരിയ്ക്കുന്ന സ്ഥലത്ത് മാത്രം കുഴപ്പമുണ്ടാക്കി. അവിടെ മാത്രം കുടിവെള്ളം കിട്ടാതിരിക്കാനായിട്ട് പൈപ്പിന്റെ ടാപ്പ് പൂട്ടി, അവിടെ മാത്രം റോഡുകൾ വികസിപ്പിക്കാതെ ഇരുന്നു. പക്ഷെ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ, LDF-ന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവർ വികസനം എന്ന് പറഞ്ഞ് കുറച്ച് ടാറിങ്ങും പൈപ്പ് ഓട്ടലൊക്കെ ശരിയാക്കലും ഒക്കെ ചെയ്യും. പക്ഷെ BJP-യുടെ കൗൺസിലർമാർ ഇരിക്കുമ്പോൾ അവർ ഒന്നുമേ ചെയ്യുകയുമില്ല. അത് തെറ്റായിട്ട് ആളുകളെ ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയല്ല ഒരു MLA പെരുമാറേണ്ടത്. MLA-ക്ക് നാടിനോടും നാട്ടുകാരോടും എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ എല്ലാരെയും ഒരുപോലെ കാണണം. അതുകൊണ്ട് ഞാൻ ഇതാ വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ ഒരു MLA ആയിട്ട് ജയിച്ചു വന്നാൽ ഞാൻ പാർട്ടിക്ക് അതീതമായി ജനനന്മയ്ക്കായിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കും. സമൂഹ നന്മയ്ക്കായിട്ട്, നാടിന്റെ നന്മയ്ക്കായിട്ട്, നാടിന്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കും. ഇത് എന്റെ വാഗ്ദാനമല്ല, ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ഞാൻ ഇന്നിവിടെ പറയുകയാണ്. അതുകൊണ്ട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു, ഇവിടെ നല്ല രീതിയിൽ ഈ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്, ഇവിടെ നല്ല ഒരു ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ഓഫീസ് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ, കാര്യകർത്താക്കൾ എല്ലാരും കൂടെ ചേർന്ന് ഒരുക്കിയതിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇത്രയും നല്ല ഒരു ചടങ്ങ് ഇവിടെ നടത്തിയതിന്, ഇവിടെ ഓർഗനൈസ് ചെയ്ത് എല്ലാം പരിപാടി സംഘടിപ്പിച്ച് നടത്തിയ എല്ലാ പ്രവർത്തകർക്കും വളരെയധികം നന്ദി, സ്നേഹം. അതുപോലെ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എന്നെ വിജയിപ്പിക്കാൻ എടുക്കുന്ന ഈ ഒരു താല്പര്യം എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതിന് വലിയ നന്ദി. ബോലോ ഭാരത് മാതാ കീ, ബോലോ ഭാരത് മാതാ കീ.